കൽപ്പറ്റ നഗരത്തിലും ഇപ്പോൾ വാഹനങ്ങൾ തടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് UDF പ്രവർത്തകർ. മറ്റ് ഹർത്താലുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കൂടുതൽ വാഹനങ്ങൾ രാവിലെ മുതൽ നിരത്തിലിറങ്ങുന്നുണ്ട്. KSRTC ബസ്സുകൾ ഉൾപ്പെടെ രാവിലെ സർവീസ് നടത്തുന്നുണ്ട്. ഏതാനും ദീർഘദൂര സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ UDF പ്രവർത്തകർ കൽപ്പറ്റയിൽ വഴി തടയാൻ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ ദീർഘദൂര KSRTC ബസ്സുകൾ മുഴുവൻ സർവീസ് നടത്തിയിരുന്നു. ഈ വയനാടിനകത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളും രാവിലെ നിരത്തിലിറങ്ങിയിരുന്നു. അത്തരത്തിൽ ബസ്സുകളാണ് ഇപ്പോൾ കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിൽ തടഞ്ഞിട്ടിരിക്കുന്നത്. അന്തർജില്ലാ സർവീസുകൾ, മറ്റ് ജില്ലകളിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്ന സർവീസുകളുണ്ട്. അതുകൂടാതെ കൽപ്പറ്റ ഡിപ്പോയിൽ നിന്ന് ഉള്ള സർവീസുകളും രാവിലെ നടത്തുന്നുണ്ടായിരുന്നു. കുറേ ബസ്സുകൾ സർവീസ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ KSRTC ഉൾപ്പെടെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. UDF നേതാക്കന്മാർ UDF ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ ഇന്ന്. കാരണം ഇതിനു മുമ്പും 3-4 ആളുകളെ പുലിയും മറ്റ് ആനയൊക്കെ ആയിട്ട് പിടിച്ചു കഴിഞ്ഞു. ഇനിയും പിടിക്കാനുള്ളൊരു അവസരം ഞങ്ങളെ സഹോദരങ്ങളെ ഞങ്ങൾ കൊലയ്ക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും ഭീതിയിലാണ്, എല്ലാവരും ഭീതിയിലാണ്. മദ്രസകളിൽ 6 മണിക്ക് കുട്ടികളെ വിടുന്നില്ല. മിക്ക വീടുകളും നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, നമുക്കൊക്കെ മക്കളുണ്ടല്ലോ, അവരെ വിടുന്നില്ല, സ്കൂളുകളിലേക്ക് പോകുന്നില്ല. 6 മണി കഴിഞ്ഞ ആളുകൾ വീട്ടിലേക്ക് പോലും നടന്നു പോകുന്നില്ല. കടകളൊക്കെ അടക്കിയാണ് വയനാട് ജില്ലയിൽ. 6 മണിക്ക് ശേഷം ആളുകൾ അങ്ങാടികളിൽ ഇല്ല, എല്ലാവരും ഭീതിയിലാണ്. അപ്പോൾ ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള സർക്കാരായാലും ഇതിനെതിരെ ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർത്താൽ സമരമാണ് ഇന്നിവിടെ വയനാട് ജില്ലയിലുള്ളത്. അത് തീർച്ചയായും എല്ലാവരും സഹകരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഡ്രൈവേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് അവിടുന്ന് ഓർഡർ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അറിയാതെ വരുന്ന ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ എല്ലാവരും ബോധവാന്മാരാണ്. എല്ലാവരും ഈ ഹർത്താലിനോട് സഹകരിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോത്തി, അതാണ് കൽപ്പറ്റയിലും ഇപ്പോൾ വാഹനങ്ങൾ തടയുകയാണ്. കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിലാണ് ഞാനുള്ളത്. രാവിലെ 6 മണി മുതലൊക്കെ സുഗമമായി വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് UDF പ്രവർത്തകർ എത്തി വാഹനങ്ങൾ തടഞ്ഞു തുടങ്ങിയത്. ഇതുവരെ 7 മണി വരെയുള്ള സമയത്ത് മിക്കവാറും KSRTC ബസ്സുകളൊക്കെ സർവീസ് നടത്തിയിട്ടുണ്ട്. ദീർഘദൂര ബസ്സുകളും ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകളും ഒക്കെ ഓടിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താലുമായി സഹകരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കടകൾ തുറക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇത്തരത്തിൽ പ്രതിഷേധം ഉയരുമ്പോൾ തന്നെ കടകൾ തുറക്കാൻ എത്ര വ്യാപാരികൾ തയ്യാറാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അവർ സംഘടന ഈ ഹർത്താലുമായി സഹകരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ഹർത്താലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ബസ്സുകൾ ഓടിക്കുമോ എന്ന് അവരും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. എന്തായാലും KSRTC രാവിലെ പതിവ് പോലെ സർവീസ് തുടങ്ങിയിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയില്ല. ശരി, കമലും അരുൺ അമർനാഥുമാണ് വിവരങ്ങൾ നൽകിയത്.